ഇത് വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കറണ്ട് ചാർജ് ഒരു 10,000 ഓടാണ് സാധാരണ ഈ ബൈമന്തിൽ ബില്ല് വന്നിരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ സർവീസാണ്. പറഞ്ഞ ഡേറ്റിന് വന്ന് ഫിക്സ് ചെയ്ത് തന്നു. എന്റെ പേര് ജയചന്ദ്രൻ. ഞാൻ ഈ ലാൻഡ്മാർക്ക് സിൽവർ ഗാർഡൻ അപ്പാർട്ട്മെന്റിലെ വില്ലയിലാണ്. ഇവിടെ ബിൻമിൻ സോളാർ സിസ്റ്റത്തിന്റെ ഇത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് ഇപ്പൊ 2 കൊല്ലമായി. അതിനു മുമ്പ് ഇത് വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കറണ്ട് ചാർജ് എനിക്ക് ഒരു 10,000 ഓടാണ് സാധാരണ ഈ ബൈമന്തിൽ ബില്ല് വന്നിരുന്നത്. അപ്പൊ ഞാൻ എന്താ അതിനൊരു പരിഹാരം എന്ന് വിചാരിച്ചാൽ ആലോചിച്ച് നടന്നു നോക്കുമ്പോൾ എന്റെ വയറിംഗ് സിസ്റ്റത്തിന് തകരാറാന്നൊക്കെ ചെക്കപ്പ് ചെയ്ത് നോക്കി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഈ സോളാർ ഇത് വെക്കുകയാണ് നല്ലതുകൊണ്ട് ഒരു 5 kV ഇത് വെച്ചത്. ഇത് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് വരുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞത് നെഗ്ലിജിബിളാണ്. കാരണം 2 മാസം കൂടുമ്പോൾ എനിക്ക് വരുന്നത് 290 രൂപയുടെ ബില്ലാണ്. അപ്പൊ 140 രൂപ ഏതാണ്ട് വരുന്നുള്ളൂ. 10,000 നിന്നാണ് എനിക്ക് 140 അല്ല 290 എന്നുള്ള നിലയ്ക്ക് വരുന്നത്. അതുകൊണ്ട് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം ഇത് വെക്കാനുള്ള ചെലവിന്റെ 1/4 നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. ബാക്കി 3/4 നമ്മൾ മുടക്കുന്നുള്ളൂ. അപ്പൊ തന്നെ നമുക്കൊരു കുറച്ച് ലാഭമായി. അത് കഴിഞ്ഞ് എല്ലാ മാസത്തെയും കറണ്ട് ചാർജ് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 കൊല്ലം കൊണ്ട് നമ്മൾ ഇതിന്റെ ബ്രേക്ക് ഈവൻ ആവാൻ തന്നെ സാധ്യതയുണ്ട്. അതേപോലെ ഇനി ഗ്രിഡിലേക്ക് നമ്മൾ എക്സസ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രിഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അത് അവിടെ സ്റ്റോറേജ് ആയി പോകുന്നുണ്ട്. അതും നോക്കുകയാണെങ്കിൽ ഒരു 5-6 കൊല്ലം കൊണ്ട് അതും നല്ലൊരു സംഖ്യ നമുക്ക് റീഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ സർവീസാണ്. പറഞ്ഞ ഡേറ്റിന് വന്ന് ഫിക്സ് ചെയ്ത് തന്നു. ഫിക്സേഷനിലും എനിക്ക് വളരെ അവരെ പ്രശംസിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇതൊരു ഓക്വേർഡാണ് ഈ 4-5 ഇതൊക്കെ അതിന്റെ മുകളിൽ വെച്ച് കെട്ടിങ്ങനെ ഇത് വരുന്നത്. അപ്പോൾ അത് കാണാൻ പാടില്ല പുറത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ എലിവേഷനെ ബാധിക്കുള്ളൂ, നമ്മുടെ വില്ലയുടെ എലിവേഷനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അത് കാണാത്ത രീതിയിൽ വെച്ച് തരണം എന്ന് പറഞ്ഞു. അത് അവര് അക്ഷരം പ്രതി അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്റെ വില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ സോളാർ ഉണ്ടെന്നൊന്നും തോന്നില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ സർവീസിങ്ങിന് അവർ വരാറുണ്ട്. ഞാനിപ്പോ 2 കൊല്ലമായി 2-3 തവണ ഇവിടെ വന്ന് അത് സർവീസ് ചെയ്ത് പോയിട്ടുണ്ട് അവര്. അപ്പോൾ അതൊക്കെ വളരെ പ്രോംപ്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ വില്ലകളിലൊക്കെ 4-5 പേരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. എനിക്കൊരു പെർ ഡേ ഏതാണ്ട് ഒരു നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ 29 വാട്ട്സ് വരെ വരാറുണ്ട്. 29.5 30 വന്ന ദിവസം ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ എന്റെ ആപ്പിൽ എല്ലാ ദിവസവും നോക്കും. മഴ ഉണ്ടെങ്കിൽ തന്നെ നല്ല മഴയുള്ള ദിവസം അല്ലെങ്കിൽ കുറച്ച് സണ്ണി അല്ലാത്ത ഡേ ആണെങ്കിൽ ഒരു 23 ഒക്കെ വരാറുണ്ട് സാധാരണ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം പര്യാപ്തത നേടി ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ. ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യും ഇത്.